എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ സായാഹ്ന സന്ദേശത്തിലേക്ക് സ്വാഗതം. അമേരിക്കയിൽ കണക്റ്റിക്കട്ടിലെ ന്യൂ ഹെവനിൽ 1701 സ്ഥാപിച്ച ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. ആ യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും പഴക്കം ചെന്ന യൂണിവേഴ്സിറ്റി. 1015 ഏക്കർ ആയിരുന്നു അതിലെ ക്യാമ്പസിന്റെ വിസ്തൃതി. ആ യൂണിവേഴ്സിറ്റിയുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സമ്മേളനം നടക്കുകയാണ്. അതിന് വേണ്ടി ക്ഷണിക്കപ്പെട്ടതായ അതിഥികളുടെ പ്രസംഗം നടക്കുമ്പോൾ അതിൽ ഒരു വ്യക്തി, അത് പ്രധാന വ്യക്തി, അതായത് മുഖ്യ പ്രാസംഗികനായിരിക്കുന്ന വ്യക്തി താന് പ്രസംഗം ആരംഭിച്ചു. അദ്ദേഹം പറഞ്ഞത് യേൽ യൂണിവേഴ്സിറ്റിയുടെ ആ YALE എന്നുള്ളതായ ആ 4 അക്ഷരങ്ങളെ അതിന് താൻ സ്വന്തമായിട്ടുള്ള വ്യാഖ്യാനം കൊടുത്ത് ആണ് തന്റെ പ്രസംഗം ആരംഭിക്കുന്നത്. അതിന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: Y ഫോർ യൂത്ത്, അഥവാ യൗവനക്കാരാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ് അവര്. A ഫോർ അച്ചീവ്മെന്റ്, അഥവാ നേട്ടം. L ഫോർ ലോയാലിറ്റി, വിശ്വസ്തത. അത് E ഫോർ എന്തൂസിയാസം, അതാ ഉത്സാഹം. ഇങ്ങനെ അദ്ദേഹത്തിന്റെ സ്വയമായിരിക്കുന്ന ഒരു വ്യാഖ്യാനം അദ്ദേഹം യേൽ യൂണിവേഴ്സിറ്റി എന്നുള്ളതിന്, യേൽ എന്നുള്ളതായ ആ യൂണിവേഴ്സിറ്റിയുടെ പേരിന് അദ്ദേഹം കൊടുക്കുവാൻ ഇടയായി. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ചുരുക്കി നമ്മൾ പറഞ്ഞാൽ അത് ഇപ്രകാരമാണ് അദ്ദേഹം പറഞ്ഞത്: യുവാക്കളായ നിങ്ങൾക്ക് ഇവിടെ നിന്ന് നേട്ടങ്ങൾ കൈവരിക്കണമെങ്കിൽ ഈ സ്ഥാപനത്തോട് വിശ്വസ്തത പുലർത്താൻ ഉത്സാഹമുള്ളവരായിരിക്കണം. അതായിരുന്നു ആ അതിഥിയുടെ പ്രസംഗം. അദ്ദേഹം സ്വയം വ്യാഖ്യാനത്താൽ പറഞ്ഞതായ പ്രസംഗമാണ്. പ്രസംഗമെല്ലാം കഴിഞ്ഞ് അദ്ദേഹം 1.5 മണിക്കൂർ നീണ്ട പ്രസംഗമായിരുന്നു. ആ നീണ്ട പ്രസംഗത്തിന് ശേഷം അദ്ദേഹം ഇരുന്നു. അപ്പോൾ ഈ ശ്രോതാക്കളിൽ ഒരു വിദ്യാർത്ഥി അടുത്തിരിക്കുന്ന തന്റെ കൂട്ടുകാരനോട്, സ്നേഹിതനോട് ഇങ്ങനെ പറഞ്ഞു: ഇദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടിട്ട് ഇദ്ദേഹം ഈ ക്യാമ്പസിൽ പഠിച്ചതാണെന്ന് തോന്നുന്നില്ല, ഈ കോളേജിൽ പഠിച്ചതാണെന്ന് തോന്നുന്നില്ല. അത് നിശ്ചയമാണ്, എനിക്കത് കുറിച്ച് വളരെ നിശ്ചയമുണ്ട്. അപ്പൊ മറ്റവൻ ചോദിച്ചു, എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ കാരണം? അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന്റെ പ്രസംഗവും അദ്ദേഹത്തിന്റെ ജീവിതവും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത വിധത്തിലാണ് സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം ഒരു കാരണവശാലും ഈ വ്യാഖ്യാനവുമായിട്ട് അല്ലെങ്കിൽ ഈ ക്യാമ്പസിൽ അദ്ദേഹം പഠിച്ചിട്ടില്ല എന്നുള്ളത് 100% ഉറപ്പാണെന്ന് പറയാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കാം. പലരുടെയും പ്രസംഗം പോലെയല്ല അവരുടെ ജീവിതമെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പലരും പ്രസംഗിക്കുന്നത് പോലെയല്ല, അതോ വാതോരാതെ ചിലപ്പോ അവരിങ്ങനെ മണിക്കൂറുകളോളം അവരിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ആ പ്രസംഗം കേൾക്കുമ്പോൾ തന്നെ അറിയാം അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ജീവനും ഇല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടെ സദൃശ്യവാക്യങ്ങൾ എന്ന് പറയുന്നതായ ഒരു പുസ്തകം വിശുദ്ധ ബൈബിളിലുണ്ട്. അത് ശലോമോൻ എഴുതിയ പുസ്തകമാണ്. അതിലെ 10-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് നമ്മൾ കാണുന്നത്. അതായത് വാക്ക് പെരുകിയാൽ ലംഘനം ഇല്ലാതെ ഇരിക്കുകയില്ല, അധരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ. സദൃശ്യവാക്യം 10-ന്റെ 19-ാമത്തെ വാക്യമാണ് ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചത്. ഇയ്യോബിന്റെ രോഗവിവരം അറിഞ്ഞ് ഇയ്യോബിനെ സന്ദർശിക്കാൻ എത്തിയതായ തന്റെ സുഹൃത്തുക്കൾ അവർ വന്ന് ഇയ്യോബിനോട് വളരെയധികം കാര്യങ്ങൾ, ഈ ഇയ്യോബിന്റെ ആ കഷ്ടസ്ഥിതി കണ്ടിട്ട് അവരൊന്നും വിട്ടാതെ ചില ദിവസങ്ങൾ തന്നെ അങ്ങ് ഇരുന്നു പോയി. അവസാനം അവരെഴുന്നേറ്റ് ഓരോരുത്തര് ഇയ്യോബിനെ ഉപദേശിക്കാൻ തുടങ്ങി. ഇയ്യോബിനെ ഉപദേശിച്ച് അത് കഴിഞ്ഞതിന് ശേഷം ആ ഉപദേശം വലിയ പ്രസംഗമായിട്ട് മണിക്കൂറുകളോളം ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നതായ മഹാപ്രസംഗമായിട്ട് മാറ്റപ്പെട്ടു. ഈ പ്രസംഗമെല്ലാം ഇവര് നടത്തി, ഒക്കെ ശരിയാണ്. പക്ഷേ ദൈവം ഇതിനെക്കുറിച്ച്, അതായത് തന്റെ ഇയ്യോബിന്റെ സുഹൃത്തുക്കളോട് ദൈവം പറയുന്നൊരു വാക്യം ഇയ്യോബിന്റെ പുസ്തകത്തിലുണ്ട്. ഞാനത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 42-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം: യഹോവ ഇയ്യോബിന്റെ സ്നേഹിതന്മാരെ ശാസിച്ചു. തേമാന്യനായ എലിഫസിനോട് യഹോവയായ ദൈവം അരുളി ചെയ്തത്: നിന്നോടും നിന്റെ 2 സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. എന്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെക്കുറിച്ച് വിഹിതമായി സംസാരിച്ചിട്ടില്ല.
അപ്പോൾ ഇവരുടെ വാക്കുകളും പ്രവർത്തികളും മുഴുവൻ സ്വർഗത്തിൽ ദൈവം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ശ്രദ്ധിക്കണേ, അവര് ഇയ്യോബിന്റെ രോഗവിവരം അറിഞ്ഞു വന്നതാണ്, ആശ്വസിപ്പിക്കാൻ വന്നവരാണ്. അവർ ആശ്വാസത്തിന് വേണ്ടി വന്നു കഴിഞ്ഞിട്ട് കുറെ നേരം അവർ മിണ്ടാതെയിരുന്നു, കുറെ നാൾ മിണ്ടാതെയിരുന്നു. അതിനുശേഷം അവർ കുറെ ഉപദേശം തുടങ്ങി. ഉപദേശം കഴിഞ്ഞതിന് ശേഷം അവർ പ്രസംഗം തുടങ്ങി. എന്ന് പറഞ്ഞാൽ വാതോരാതെയും 3 പേരും ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിക്കുന്ന ദൈവം കേട്ടു. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങളുടെ പ്രസംഗം കേട്ടിട്ട് ഇയ്യോബിന്റെ ഈ സ്നേഹിതന്മാരെ യഹോവയായ ദൈവം ശാസിച്ചെന്നാണ് കാണുന്നത്. യഹോവ തേമാന്യനായ എലീഫസിനോട് അരുളി ചെയ്തത്, നിന്നോടും നിന്റെ സ്നേഹിതന്മാരോടും എനിക്ക് കോപം ജ്വലിച്ചിരിക്കുന്നു. എന്റെ ദാസനായ ഇയ്യോബിനെ പോലെ നിങ്ങൾ എന്നെ കുറിച്ച് വിഹിതമായി സംസാരിച്ചിട്ടില്ല. കേട്ടോ, 42 അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ ഇയ്യോബ് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എന്ന് പറഞ്ഞാൽ അവരുടെ വാചാലമായിരിക്കുന്നതായ വാക്കുകൾ ദൈവത്തെ കോപിപ്പിക്കാനിടയായി തീർന്നു. എന്ന് പറഞ്ഞാൽ ഈ വാക്കുകൾ പെരുകിക്കഴിഞ്ഞാൽ അത് പാപത്തിലേക്ക് തുറക്കപ്പെടുന്ന വാതിലാണെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഈ പുസ്തകം മുഴുവൻ നമ്മൾ വായിച്ചു കാണുന്നുണ്ട്. അപ്പോ ഈ വാക്കുകളുടെ പെരുപ്പം നിമിത്തം എന്താ സംഭവിക്കുന്നറിയാമോ? അതായത് ഇവര് പാപത്തിന്റെ വാതിൽ തുറന്നു ഇടുകയാണ് ചെയ്യുന്നത്. ഇനി ഉള്ളതിന്റെ നമ്മൾ വായിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നുണ്ട്, നമുക്ക് അനുകൂലമല്ലാതെയും. ഇപ്പൊ ഇയ്യോബിനെ സംബന്ധിച്ചത് ഇയ്യോബിന് അനുകൂലമല്ലായിരുന്നു ഈ സ്നേഹിതന്മാരെ വന്നിട്ട് ചെയ്തതോ പ്രസംഗിച്ചതോ ഒന്നും ഇയ്യോബിന് അനുകൂലമല്ലായിരുന്നു. അവരുടെ ഓരോ വാക്കുകളും ശരിക്കും മുറിപ്പെടുത്തായിരുന്നു. ഇയ്യോബിന്റെ രോഗത്തെക്കാൾ ഉപരിയായിട്ട്, ആ വേദനയേക്കാൾ ഉപരിയായിട്ട് ഇയ്യോബിനെ കുത്തി വേദനിപ്പിക്കുന്നതായ, മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള വാക്കുകളായിരുന്നു തന്റെ ഈ സുഹൃത്തുക്കൾ 3 പേരിൽ നിന്നും തനിക്ക് ലഭിക്കാനിടയായത്. അതുകൊണ്ട് ദൈവം ഇവരോട് കോപിച്ചു എന്ന് നമ്മൾ തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. അതായത് വാക്കുകളുടെ പെരുപ്പം, ഞാൻ ആരംഭത്തെ പറഞ്ഞ പോലെ, അത് പാപത്തിന്റെ വാതിൽ തുറക്കുന്നതായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഇവിടെ വചനത്തിൽ കൂട്ടിച്ചേർത്ത് തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി വചനത്തെ വളച്ചൊടിക്കുന്ന ധാരാളം പ്രാസംഗികന്മാര്, ധാരാളം ഉപദേഷ്ടാക്കന്മാര് എഴുന്നേറ്റിട്ടുണ്ട്. അവരൊക്കെ സ്വയമായിട്ട് അവര് വ്യാഖ്യാനം കൊടുത്തിട്ട്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ യേൽ യൂണിവേഴ്സിറ്റിയിലെ അതിഥി പ്രാസംഗികനായിരിക്കുന്ന വ്യക്തി യേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതിനെ കുറിച്ച് താൻ സ്വന്തമായിട്ടുണ്ടാക്കിയതായ ഒരു വ്യാഖ്യാനം അവിടെ പ്രസംഗിച്ച് നീണ്ട പ്രസംഗം നടത്തി. അത് കേട്ടതായ കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് തോന്നി ഇത് ശരിയായ കാര്യമല്ല. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം പ്രസംഗിക്കുന്നതും ഇദ്ദേഹത്തിന്റെ ജീവിതവുമായിട്ട് പൊരുത്തപ്പെടുന്നില്ല എന്നുള്ളവർക്ക് മനസ്സിലായി. ഓരോ സ്ഥലത്തും എവിടെയും നാം ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കാര്യം ശ്രദ്ധിക്കണം. അത് ദൈവവചനവുമായിട്ട് ഇതുപോലെ പൊരുത്തപ്പെട്ടിട്ടാണ് പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ പോയിരുന്നിട്ട് വായ പിളർന്നിരുന്ന് അത് കേട്ടിട്ട് പോരുത്, പറയുന്നത് മുഴുവൻ വിഴുങ്ങിയിട്ട് പോരരുത്. കാരണം അവരുടെ ലക്ഷ്യം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. ഇത് ശ്രദ്ധിച്ച്, അതായത് ഇവിടെ ഇയ്യോബ് തന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി, അഥവാ സുഹൃത്തുക്കളുടെ പാപങ്ങൾക്ക് വേണ്ടി ഇയ്യോബ് പ്രാർത്ഥിക്കുക. ആരാണ് രോഗിയായി കിടക്കുന്ന, ശരീരമാസകരം, അതായത് പുഴുത്ത് ദ്രവിച്ച് കിടക്കുന്നതായ ഈ മനുഷ്യൻ, അതായത് പുഴുക്കളിങ്ങനെ ക്രമിച്ച് നടക്കുക, ആ മനുഷ്യൻ ഈ തന്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇപ്പൊ പ്രാർത്ഥിക്കേണ്ട ഉത്തരവാദിത്തം കൂടെ ആർക്കായെന്നറിയാമോ? ഇയ്യോബിനായി. ഇയ്യോബ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചറിയാമോ? ഇയ്യോബിന്റെ സ്ഥിതിക്ക് ഭേദം വരിക മാത്രമല്ല, അവരുടെ പാപങ്ങളെ, അഥവാ ഈ സ്നേഹിതന്മാരുടെ പാപങ്ങളെ ക്ഷമിക്കപ്പെടുവാനും ഇടയായി എന്ന് തിരുവചനം നമ്മൾ വായിക്കുന്നുണ്ട്. ആകയാൽ ലോകത്ത് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ കുഞ്ഞെ, ഒരു കാര്യം മറന്നു പോകരുത്. അതായത് ലോകത്ത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ജനമാണ് ദിനംപ്രതി പാപത്തിൽ ജീവിച്ച് നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിന് ഒരു അറുതി വരുവാൻ വേണ്ടി ഈ നാം കാണുന്നതായ ഈ പാപലോകത്തിൽ ജീവിക്കുന്നതായ പാപികളായ മനുഷ്യരെ ഓർത്ത് നമുക്കൊരു ഒരു ഹൃദയഭാരം ഉണ്ടാവുകയും അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അവർ രക്ഷപ്പെടുക എന്നുള്ളത് മാത്രമല്ല, അവർ കർത്താവ് അംഗീകരിക്കപ്പെട്ടത് യേശുവിന്റെ രക്തത്തെ കഴുകപ്പെടും എന്നുള്ളത് മാത്രമല്ല, നിനക്ക് അതൊരു വിടുതലിന്റെ കാരണമായി തീരും. അതുകൊണ്ട് നമുക്ക്, അതായത് നാശത്തിലേക്ക് പോകുന്ന ഈ ജനത്തെ ഓർത്തുകൊണ്ട്, ഈ പാപ സ്വഭാവത്തിൽ ജീവിക്കുന്നവരെ ഓർത്തുകൊണ്ട്, ഈ വാചാലമായി പ്രസംഗിക്കുകയും അതുമായിട്ട് ജീവിതവുമായിട്ടൊരു ബന്ധവുമില്ലാത്തവരെ ഓർത്ത് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് മാത്രമല്ല വിടുതൽ വരുന്നത്, പ്രാർത്ഥിക്കുന്ന നിനക്കാണ് ആദ്യം വിടുതലുണ്ടാകുന്നത്. അതുകൊണ്ട് നമ്മെ തന്നെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്നതായ ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ആകയാൽ ഈ വചനങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ.